الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. इन आयात का तर्जुमा है कि ऐ वो लोगो जो ईमान लाए. ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി താൻ ഒരുക്കി വച്ചിട്ടുള്ളത് എന്തെല്ലാമാണെന്ന് ഓരോ ആത്മാവും പരിശോധിച്ച് നോക്കട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാകുന്നു. ഒരു കൂട്ടർ അള്ളാഹുവിനെ വിസ്മരിച്ചു. അതിനാൽ അള്ളാഹു അവർക്ക് തങ്ങളെ തന്നെ വിസ്മരിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ അവരെപ്പോലെ ആകരുത്, അവർ തന്നെയാണ് ആജ്ഞാലംഘകർ. അള്ളാഹു തആല ഒരു വിശ്വാസിക്കുള്ള അടിസ്ഥാന നിബന്ധനയായി പറഞ്ഞത് തഖ്വയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വിവിധ ആയത്തുകൾ കാണാവുന്നതാണ്. തഖ്വ സ്വീകരിക്കുക എന്നും തഖ്വയിൽ നിലനിൽക്കുക എന്നുമുള്ള ഉപദേശങ്ങൾ വിവിധ രീതിയിൽ അള്ളാഹു നൽകിയതായി കാണാവുന്നതാണ്. അള്ളാഹു വിവിധ കൽപ്പനകൾ നൽകിയിരിക്കുന്നു. ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് തഖ്വയിൽ പദമൂന്നിയവരെന്നും മുത്തഖി എന്നും പറയുന്നത്. പ്രവർത്തിക്കാത്തവരെ അവരുടെ പര്യവസാനത്തെക്കുറിച്ച് ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താണ് തഖ്വ? വിശുദ്ധ ഖുർആനിൽ നിന്നും ലഭിക്കുന്ന വിവരണത്തിന്റെ സംക്ഷിപ്തം ഇപ്രകാരമാണ്: അള്ളാഹുവിന്റെ പ്രീതിയെ എല്ലാ കാര്യങ്ങളിലും മുന്തിക്കുക. അള്ളാഹുവിനെ ഏകനായി കരുതുകയും എല്ലാ ശക്തിയുടെയും കേന്ദ്രമായി മനസ്സിലാക്കിക്കൊണ്ട് അവനോടുള്ള കടമകൾ നിറവേറ്റുക. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി അവന്റെ സൃഷ്ടികളുടെ കടമകളും നിറവേറ്റുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന് ഒരു സ്ഥലത്ത് ഇപ്രകാരമാണ് വിവരിക്കുന്നത്: അള്ളാഹുവിന്റെ അമാനത്തുകളും വിശ്വാസപരമായ പ്രതിജ്ഞകളും കഴിയുന്നത്ര നിറവേറ്റുക. ആപാദചൂടം എത്രമാത്രം ശക്തികളും അവയവങ്ങളും മനുഷ്യനുണ്ടോ, ബാഹ്യാവയവങ്ങളായ കണ്ണും ചെവിയും കൈയും കാലും അതേപോലെ മറ്റവയവങ്ങളും, ഇതേപോലെ ആന്തരിക അവയവങ്ങളായ ഹൃദയം, അതേപോലെ മറ്റു ശക്തികൾ, ഉദാഹരണ സ്വഭാവ ഗുണങ്ങൾ, ഇവയെല്ലാം മനുഷ്യന്റെ കഴിവനുസരിച്ച് അവസരോചിതം ഉപയോഗിക്കുക. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും അതിനെ തടയുക. അതോടൊപ്പം മറഞ്ഞിരിക്കുന്ന അക്രമത്തെ തൊട്ട്
ജാഗരൂകരായിരിക്കുക. അതോടൊപ്പം സൃഷ്ടികളോടുള്ള കടമകൾ പരിഗണിക്കുകയും ചെയ്യുക. മനുഷ്യന്റെ ആത്മീയമായ സർവ്വ സൗന്ദര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വിവരിച്ചു തന്ന ഉന്നത സ്ഥാനമാണിത്. ഈ സ്ഥാനം നാം കരസ്ഥമാക്കണമെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. അമാനത്തുകളും പ്രതിജ്ഞകളും പരിപാലിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചില ഖുതുബകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം നിറവേറ്റുക എന്നത് വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഭാരവാഹികളുടെ കടമകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് സംസാരിച്ചിരുന്നത്. ഇന്ന് മറ്റു ചില കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഇക്കാലത്ത് വിശ്വാസം സ്വീകരിച്ചവരിൽ അഹ്മദികൾക്കാണ് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അതിഗഹനമായ രീതിയിൽ അറിവ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഭാഗ്യവാന്മാരാണ്. ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന മാർഗങ്ങൾ സുവ്യക്തമായ രീതിയിൽ വിവരിച്ചു തന്നു എന്നത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് ചെയ്തിരിക്കുന്ന വലിയൊരു ഔദാര്യമാണ്. ഓരോരുത്തർക്കും നന്മയുടെയും ഉൾക്കാഴ്ചയുടെയും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന്റെയും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും എല്ലാ പദവി വ്യത്യസ്തമായിരിക്കും. എല്ലാവരുടെയും സ്ഥാനം ഒന്നായിരിക്കുകയില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന കൽപ്പന എന്നത് ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അള്ളാഹുവിനോട് ചെയ്തിരിക്കുന്ന പ്രതിജ്ഞകളും അവന്റെ അമാനത്തുകളും അതർഹിക്കും വിധം നിറവേറ്റുക എന്നതാണ്. ഓരോ വിശ്വാസിയും കഠിന പ്രയത്നത്തിലൂടെ ഈ സ്ഥാനം കരസ്ഥമാക്കാനായി പരിശ്രമിക്കുകയാണെങ്കിൽ തഖ്വയുടെ മാർഗത്തിൽ ചരിക്കുന്നവനായി ഗണിക്കപ്പെടുന്നതാണ്. കൈയും കാലും കണ്ണും ചെവിയും തുടങ്ങിയ അവയവങ്ങളെ ശരിയാവണ്ണം ഉപയോഗിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. ബാഹ്യാവയവങ്ങൾ സൃഷ്ടികളുടെ കടമകൾ മാത്രം നിറവേറ്റുന്നതിനല്ല, അതായത് ഇവ മുഖേന സൃഷ്ടികളുടെ കടമകൾ നിങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കപ്പെടും എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഇവ മുഖേന മറ്റു സൃഷ്ടികളുമായി ബന്ധമില്ലാത്ത പല പ്രവർത്തികളും ഉണ്ടാകുന്നുണ്ട്. ഇത് മുഖേന മറ്റുള്ളവർക്ക് ഗുണമോ ദോഷമോ ഉണ്ടാവുകയില്ല. എന്നാൽ നാം കൂലങ്കഷമായി ചിന്തിക്കുകയാണെങ്കിൽ ഇവ മുഖേന ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ആ വ്യക്തിക്ക് മാത്രം ഗുണമോ ദോഷമോ വരുത്തുന്നതായിരിക്കും. എന്നാൽ അള്ളാഹു ചിലത് ചെയ്യാനും ചിലത് ചെയ്യരുതെന്നും കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോൾ അവൻ അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുന്നവനായി മാറുന്നു. ഇത് മുഖേന അള്ളാഹു നിലനിർത്തിയിരിക്കുന്ന അവകാശങ്ങളെ നിഷേധിക്കുകയായിരിക്കും ചെയ്യുക. ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ അള്ളാഹുവിന്റെ അനുസരണ വൃത്തത്തിൽ നിന്നും മനുഷ്യൻ പുറത്തു പോവുകയായിരിക്കും ചെയ്യുന്നത്. ചുരുക്കത്തിൽ മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് തഖ്വയിൽ നിന്നും അകലുന്നു. തഖ്വയിൽ നിന്നും അകലുന്നതനുസരിച്ച് ശൈത്താന്റെ വലയിൽ വീണുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഒരു വിശ്വാസി ദൈവ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത് എന്ന് മാത്രമല്ല
മറിച്ച് उस पर हमलावर न हो जाए। മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ഷെയ്ത്താന്റെ അക്രമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടതാണ്. अपने आप को बचाए। ഷെയ്ത്താൻ ആക്രമിക്കുന്നതിനെ അവൻ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കണം. शैतान के हमले मुख्तलिफ तरीकों से होते हैं। ഇതറിയുമ്പോൾ इस जमाने അവൻ ഷെയ്ത്താന്റെ ऐसी हैं ഒളിയമ്പുകളിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്താൻ അവന് സാധിക്കുന്നതാണ്. इंसान को नुकसान पहुंचा रही होती हैं। ഷെയ്ത്താൻ വിവിധ രീതിയിൽ ആക്രമിക്കുന്നു. ഇക്കാലത്തെ പല കണ്ടുപിടുത്തങ്ങളും वो ऐसे മനുഷ്യന് നഷ്ടം വരുത്തി വെക്കുന്നതാണ്. जहाँ शैतान के हमले का खतरा है, या शैतान का हमला हो रहा होता है। അവയെ നല്ല കാര്യങ്ങൾക്ക് अखलाक पर വിനിയോഗിക്കുന്നതിന് പകരം ഷെയ്ത്താന്റെ ആക്രമണത്തിന് लगता है कि मेरे കാരണമായി തീരുന്ന രീതിയിൽ അവയെ ഉപയോഗപ്പെടുത്തുന്നു. क्या അവ മനുഷ്യനെ ആരാധനയിൽ നിന്നും അകറ്റുന്നു, അവന്റെ സ്വഭാവ ഗുണത്തെ ദുഷിപ്പിക്കുന്നു. ये और ഇത് എന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും काम करता हूँ, അതുകൊണ്ട് മറ്റൊരാൾക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും മനുഷ്യൻ കരുതുന്നു. ഞാൻ ചൂത് കളിക്കുകയോ രാത്രി വൈകിട്ട് ഇന്റർനെറ്റിൽ ഫിലിം കാണുകയോ ചെയ്യുകയാണെങ്കിൽ, TV കാണുകയും മറ്റ് പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ किसी को അവയെല്ലാം എന്റെ വ്യക്തിപരമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ലേ എന്ന് അവൻ ചിന്തിക്കുന്നു. काम है മറ്റുള്ളവർക്ക് ഇതിലെന്ത് കാര്യം എന്നവൻ ചിന്തിക്കുന്നു. कि मर्जी के मुताबिक പല പ്രവർത്തികളും മനുഷ്യൻ ചെയ്യുമ്പോൾ അവർ കരുതുന്നത് മറ്റുള്ളവർക്ക് ഇതിൽ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. इबादत से भी दूर കാരണം ഇവയൊന്നും ബാഹ്യമായി ഒരു നഷ്ടവും മറ്റുള്ളവർക്ക് വരുത്തിവെക്കുന്നില്ല. എന്നാൽ തെറ്റായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വിരുദ്ധമായ കാര്യമാണെങ്കിൽ, അവന്റെ ഇഷ്ടത്തിനെതിരാണെങ്കിൽ അവ പിന്നീട് മനുഷ്യനെ ദൈവാരാധനയിൽ നിന്നും അകറ്റുന്നു, അള്ളാഹുവിന്റെ കടമകൾ നിറവേറ്റുന്നതിൽ നിന്നും അവനെ അകറ്റുന്നു, സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിൽ നിന്നും അവനെ അകറ്റുന്നു. ഈ നാടുകളിൽ മദ്യവും ചൂത് കളിയും ഇന്റർനെറ്റും വളരെ ലജ്ജാകരമായ സിനിമകള്, തെറ്റായ കൂട്ടുകെട്ട് ഇവ വീടുകളെ നശിപ്പിക്കുന്നതോടൊപ്പം യുവാക്കളെ തെറ്റായ മാർഗത്തിൽ ഇട്ടുകൊണ്ട് ईमान से भी അള്ളാഹുവിന്റെ मुआशरे का नासूर बना रही होती അസ്തിത്വത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും അകറ്റി हैं वो लोग। बस അവരെ സമൂഹത്തിലെ അർബുദങ്ങളാക്കി മാറ്റുന്നു. അവർ നിത്യ രോഗങ്ങളായി മാറുന്നു. അള്ളാഹു പറയുന്നു, रजा के मुताबिक നിങ്ങളുടെ ഓരോ അവയവവും इस्तेमाल तुम्हें ഓരോ ചിന്തയും അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുഗുണമായി അവസരോചിതം ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇവ നിങ്ങളെ തഖ്വയിൽ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. ഇതിന് വിരുദ്ധമായ नुकसान उठाने वालों से होता പ്രവൃത്തി നിങ്ങളെ ഷെയ്ത്താന്റെ മടിത്തട്ടിലേക്കായിരിക്കും ചെന്നെത്തിക്കുക. ഷെയ്ത്താന്റെ മടിത്തട്ടിൽ വീഴുന്നവർ നിശ്ചയമായും നഷ്ടപ്പെട്ടവരായിരിക്കും. है। अल्लाह फरमाता है ഈ ആയത്തുകളിൽ के बाद तकवा इख्तियार करो। അള്ളാഹു പറയുന്നു, അതിന്റെ തർജ്ജമ നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ്. വിശ്വാസത്തിന് ശേഷം ये दुनिया നിങ്ങൾ തഖ്വ സ്വായത്തമാക്കുക. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുക. तुम्हारा सब कुछ ना हो, ഈ ദുന്യാവും बल्कि ये देख അതിലെ മനോഹാരിതയും അതിലെ സുഖസൗകര്യങ്ങളും की खातर तुमने क्या अमल ആഡംബരങ്ങളും എല്ലാം ആയിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. किए गए। നിങ്ങൾ നോക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രീതിക്കായി നിങ്ങൾ എന്തു ചെയ്തു എന്നാണ്. അള്ളാഹുവിന്റെ പ്രീതിക്കായി ചെയ്യുന്ന പ്രവർത്തികളാണ് പരലോകത്ത് ഫലം നൽകുന്നത്. और मजे ഈ ലോകത്തിന്റെ എല്ലാ और आसाइशें इसी दुनिया में रह जानी സുഖ സൗകര്യങ്ങളും ആനന്ദങ്ങളും താല്പര്യങ്ങളും रहो। എല്ലാം ഇവിടെ തന്നെ വിട്ടേച്ചു പോകേണ്ടതായി വരും. यही है അതിനാൽ कि इंसान നിങ്ങൾ ഒരാത്മപരിശോധന നടത്തുക. जाता है अपने अमलों से। തിന്മയുടെ അടിവേര് എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ अगले जहाँ തന്നെ തന്നെ മറക്കുക എന്നതാണ്. दायमी जिंदगी में അള്ളാഹുവിനെ അവൻ മറക്കുന്നു. के इनामात का वारिस बनना है। പരലോകത്തെ അനശ്വരമായ ജീവിതത്തിൽ कामल ईमान അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി മാറണമെങ്കിൽ तलाश करने की जरूरत അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് है। मकसद पैदाइश को അവന്റെ പ്രീതിയുടെ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതായി വരുന്നതാണ്. ये पहली आयत നമ്മുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിയേണ്ട ആവശ്യമാണുള്ളത്. आने वाली आयतों में से भी एक आयत है। ഞാൻ ഓതിയ ആദ്യ ആയത്ത് ताला നിക്കാഹ് വേളകളിൽ ഓതുന്ന ഒരായത്ത് കൂടിയാണ്. खुद आइंदा ഈ ആയത്തിൽ की तरफ तवज्जो दिला रहा है।
ഭാവിയിലെ ജീവിതത്തെക്കുറിച്ച് അല്ലാഹു തആല സ്വയം ശ്രദ്ധ ക്ഷണിക്കുന്നു. को दुनिया के बजाय नेकियों में आगे बढ़ने की तरफ तो जो दिलाने की तरफ भी का भी അതോടൊപ്പം തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന മക്കളുടെ തർബിയത്ത്, निकाह बढ़ी जाने അവരുടെ ശ്രദ്ധ ഭൗതികതയിലേക്ക് തിരിച്ചുവിടുന്നതിന് പകരം മതത്തിലേക്ക് തിരിച്ചുവിടുന്നതിലേക്കും അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുന്നു. നിക്കാഹിൽ കേൾപ്പിക്കുന്ന ആയത്തുകളിൽ ഒന്നാണിത്. ताला की रजा को കാരണം खुश करने वाली औलाद നല്ലവരായ മക്കൾ यहाँ अपनी आंख पर संवारने वाली होगी। ദൈവപ്രീതി കരസ്ഥമാക്കാനായി പരിശ്രമിക്കുന്ന മക്കൾ नेक औलाद के अमल और उनकी തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നവരായിരിക്കും. അതോടൊപ്പം സൽസന്താനങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും, के दर्जात अगले जहान में भी അതായത് മാതാപിതാക്കൾക്കായി അവർ ചെയ്യുന്ന പ്രാർത്ഥനകളും എല്ലാം തന്നെ अल्लाह ताला फरमाता है മാതാപിതാക്കളുടെ के मौका पर പദവികൾ പരലോകത്ത് ഉയർത്തുന്നതിനും കാരണമായി തീരുന്നതാണ്. और इसकी तम അള്ളാഹു പറയുന്നു, നിങ്ങൾ വിവാഹവേളകളിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. और लज्जतें ഈ ലോകവും शादी അതിലെ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും അനുഭൂതികളും എല്ലാം നശ്വരമാണ്. വിവാഹം, ഭൗതിക ബന്ധം के उसूल में है എല്ലാം താൽക്കാലിക അനുഭൂതികളാണ്. जो इस दुनिया में भी मिलती है അനന്തമായ യഥാർത്ഥ അനുഭൂതി ദൈവസാമീപ്യത്തിലാണ് ലഭിക്കുക. जहान में भी। അത് ഈ ലോകത്തും ലഭിക്കുന്നതാണ്. बस एक मोमिन को അതിന്റെ ഫലമാണ് പരലോകത്ത് ഒരു വിശ്വാസി അനുഭവിക്കുന്നത്. अल्लाह ताला तुम भी और അള്ളാഹുവിനെ ഒരിക്കലും कभी ना भूलो। വിസ്മരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസിയെ വിവിധ രീതിയിൽ അള്ളാഹു ഉപദേശിക്കുകയാണ്. തഖ്വയിൽ ചരിക്കുക, को भी और अगले जहान को भी ഈ ലോകത്തെയും പരലോകത്തെയും നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന രീതിയിൽ ताला की रजा हासिल करने वाले बनो। നാം പ്രവർത്തിക്കുക. अल्लाह ताला की रजा हासिल करने ഈ ലോകത്തും നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി മാറുക, हमारे हर अमल പരലോകത്തും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി മാറുക. ഓർക്കുക, അള്ളാഹു നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും छोटे से വീക്ഷിക്കുന്നുണ്ട്. അവന്റെ ദൃഷ്ടിയിൽ हर अमल का हिसाब നിന്ന് മനുഷ്യന്റെ ചെറിയ इंसान को बहुत ഒരു പ്രവൃത്തി പോലും മറഞ്ഞിരിക്കുന്നില്ല. कदम उठाने की जरूरत है। ഓരോ പ്രവൃത്തിയുടെയും കണക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ വളരെ സൂക്ഷിച്ച് ഈ ലോകത്ത് ചലിക്കേണ്ടതാണ്. बल्कि तकवा की राहों की तलाश വിശ്വസിക്കുകയും अमल जरूरी है। അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുകയും ചെയ്താൽ മാത്രം പോരാ, മറിച്ച് തഖ്വയുടെ മാർഗം അന്വേഷിക്കുകയും एक मजलिस में फरमाते हैं അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സദസ്സിൽ ഇപ്രകാരം പറയുന്നു, ഇസ്ലാമിൽ യഥാർത്ഥ ജീവിതം ഒരു മരണമാണ് ആഗ്രഹിക്കുന്നത്. അത് വളരെ കൈപ്പേറിയതാണ്. എന്നാൽ ആരാണോ അത് സ്വീകരിക്കുന്നത് അവനാണ് അവസാനം ജീവിക്കുന്നത്. ഹദീസിൽ വന്നിട്ടുണ്ട്, മനുഷ്യൻ और सईद ഭൗതിക ആഗ്രഹങ്ങളെയും ആനന്ദങ്ങളെയുമാണ് സ്വർഗമായി കാണുന്നത്, എന്നാൽ അവ നരകമാണ്. സൗഭാഗ്യവാനായ വ്യക്തി ദൈവമാർഗത്തിലെ പ്രയാസങ്ങളെ സ്വീകരിക്കുന്നു. അതാണ് യഥാർത്ഥ സ്വർഗം. पर एक वक्त आ जाता है ലോകം कि सब दो നശ്വരമാണെന്നതിൽ ഒരു സംശയവുമില്ല. എല്ലാവരും മരിക്കാനായാണ് ജനിച്ചത്. അവസാനം ഒരു സമയം വരും, അന്ന് എല്ലാ സുഹൃത്തുക്കളും പരിചയക്കാരും ബന്ധുമിത്രാദികളും എല്ലാം വേർപിരിയുന്നതാണ്. അനുവദനീയമല്ലാതിരുന്ന ആനന്ദാനുഭൂതികൾ ആ സമയത്ത് കൈപ്പേറിയതായി പ്രത്യക്ഷപ്പെടുന്നതാണ്. और तकवा पर യഥാർത്ഥ സംതൃപ്തിയും ആനന്ദവും जहर का തഖ്വയില്ലാതെ കരഗതമാകുന്നതല്ല. जाहिर തഖ്വയിൽ നിലനിൽക്കുക എന്നത് मुत्तकी के लिए खुदा പാഷാണം കുടിക്കുന്നതിന് സമമാണ്. ഇത് വളരെ പ്രയാസകരമായ കാര്യമാണ്. മുത്തഖി ആയ വ്യക്തിക്ക് വേണ്ടി അള്ളാഹു എല്ലാ സംതൃപ്തിയുടെയും മാർഗങ്ങൾ തുറക്കുന്നതാണ്. തഖ്വ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആനന്ദങ്ങളുടെയും മാർഗം അവന് തുറക്കപ്പെടുന്നു. यरज़ुक़हु मिन हैसु ला याहतसिब। बस खुशहाली പറയുന്നു, മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. हम शर्तें बांधते फिरें ചുരുക്കത്തിൽ സന്തോഷം ലഭിക്കാനുള്ള മാനദണ്ഡം തഖ്വയാകുന്നു. തഖ്വ കരഗതമാക്കാനായി നാം നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. തഖ്വ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണോ ചോദിക്കുന്നത് അത് ലഭിക്കും. അള്ളാഹു കാരുണ്യവാനും ആദരണീയനുമാണ്. തഖ്വ സ്വീകരിക്കുക, എന്താണ് ചോദിക്കുന്നത് അത് തരുന്നതാണ്. അതായത് അള്ളാഹു अल्लाह ताला के कुर्ब
ഇന്നത് തന്നാൽ മാത്രമേ ഞങ്ങൾ ताल्लुक पैदा हो जाता ഇന്ന നന്മ ചെയ്യുകയുള്ളൂ എന്ന നിബന്ധന വെക്കാൻ പാടില്ല. മറിച്ച് നന്മ ചെയ്യുക, തഖ്വ സ്വായത്തമാക്കുക, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക. അതിനുശേഷം किस्म के इनामात को അള്ളാഹുമായി ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. बन सकता है। അത് കാരണം അവനോട് എന്ത് ചോദിച്ചാലും അവൻ നൽകുന്നു. തഖ്വയിലൂടെ हमें हर वक्त നടക്കുന്നത് മൂലം അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്നവരായി മനുഷ്യൻ മാറുന്നു. दुनिया पर मुकद्दम करने का अहद किया हुआ है। എന്നാൽ നാം എപ്പോഴും ഒരാത്മപരിശോധന നടത്തേണ്ടതാണ്. ഇക്കാലത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തുകൊണ്ട് നാം ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. തഖ്വയിൽ ചലിക്കുമെന്ന് പ്രതിജ്ഞ നാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നാക്കി തീർക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, खुदा ताला की मर्जी पर തഖ്വയുടെ പടവുകൾ കയറുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കേ അത് കയറാൻ സാധിക്കുകയുള്ളൂ. हासिल करना അള്ളാഹു ഇച്ഛിക്കുന്നത് ചെയ്യുകയും തന്നിഷ്ടം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. बनावट से हासिल हो जाए। കൃത്രിമത്വം കൊണ്ട് അത് കരസ്ഥമാക്കാൻ ശ്രമിച്ചാൽ സാധ്യമല്ല. दुआ के फजल की जरूरत है। അതായത് അത് കൃത്രിമത്വം കൊണ്ട് ഒരിക്കലും തഖ്വ കരസ്ഥമാക്കാൻ സാധ്യമല്ല. एक तरफ तो दुआ അതുകൊണ്ട് ഇതിന് അള്ളാഹുവിന്റെ ഫദ്ലിന്റെ ആവശ്യമാണുള്ളത്. ഇത് ലഭിക്കുന്നതിനായി ഒരു ഭാഗത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മറുഭാഗത്ത് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. फरमाते हैं അള്ളാഹു ദുആ ചെയ്യാനും അതോടൊപ്പം പ്രയത്നിക്കാനും നിഷ്കർഷിച്ചിരിക്കുന്നു. പറയുന്നു, के दरवाजे पर तजल्लुल അള്ളാഹു വിശുദ്ധീകരിക്കാതെ ആർക്കും വിശുദ്ധരാകാൻ സാധ്യമല്ല. की दुआ कबूल कर അള്ളാഹുവിന്റെ കവാടത്തിൽ വിനയത്തോടും ഭവ്യതയോടും കൂടി അവന്റെ ആത്മാവ് വീഴുമ്പോൾ അള്ളാഹു ആ വ്യക്തിയുടെ ദുആ സ്വീകരിക്കുന്നതാണ്. അവൻ മുത്തഖി ആയിത്തീരുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ के लिए ദീൻ മനസ്സിലാക്കാൻ പ്രാപ്തനായിത്തീരുന്നത് അപ്പോഴായിരിക്കും. फजल होगा വിനയവും എളിയ ജീവിതവും സ്വീകരിക്കുക. ഇതിനായി അള്ളാഹുവിന്റെ ഫദ്ലിന്റെ ആവശ്യമാണുള്ളത്. അവന്റെ കൃപാവരമുണ്ടെങ്കിലേ ഇത് ലഭിക്കുകയുള്ളൂ. ഇത് ലഭിക്കുമ്പോഴാണ് തഖ്വ ലഭിക്കുക. തഖ്വ ലഭിക്കുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ, ഇസ്ലാമിനെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. और इबादत तो പറയുന്നു, ഇതില്ലാതെ वो एक रस्मी അവൻ ദീൻ എന്ന് പറഞ്ഞ് എത്ര ഒച്ച വെച്ച് നടന്നാലും ഇബാദത്തുകൾ ചെയ്താലും അവർ ഒരു ആചാരം എന്ന നിലക്കാണ് അവയെല്ലാം ചെയ്യുന്നത്. പൂർവികരിൽ നിന്നും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പൂർവികർ ചെയ്യുന്നത് കണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. മുസ്ലിം വീടുകളിൽ ജനിച്ചതുകൊണ്ട്, അഹമ്മദി വീട്ടിൽ ജനിച്ചതുകൊണ്ട്, അഹമ്മദി മുസ്ലിം ആയതുകൊണ്ട്, പൂർവികർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അവരെ അനുകരിച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നു എന്ന് മാത്രം. ഇതല്ല യഥാർത്ഥ രീതി. തഖ്വയാണ് മർമ്മം. അത് കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. വിനയവും എളിമയും माया के आबाई तकलीफ സ്വീകരിക്കുമ്പോഴാണ് ഇത് ലഭിക്കുന്നത്. कोई हकीकत और रूहानियत उसके अंदर नहीं होती। सिर्फ तकलीफ പൂർവികരുടെ അനുകരണത്താൽ ചെയ്യുന്നതിൽ ഒരു ആത്മീയതയും ഉണ്ടാവുകയില്ല. के तकवा हासिल करो, क्योंकि तकवा അനുകരണത്താൽ മാത്രം തഖ്വ ഉണ്ടാകുന്നതല്ല. പറയുന്നു, की बलाओं से തഖ്വ കരസ്ഥമാക്കുക. തഖ്വക്ക് ശേഷമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാകുന്നത്. മുത്തഖി ലോകത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതാണ്. बेशक अल्लाह ताला के बेशुमार അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ फजल ജമാഅത്ത് അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ की तरक्की भी हम देखते हैं। അള്ളാഹുവിന്റെ അതിരറ്റ അനുഗ്രഹങ്ങൾ ജമാഅത്തിന് മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായി നാം കാണുന്നു. ജമാഅത്തിന്റെ പുരോഗതിയും നാം കാണുന്നു. ജമാഅത്തിനോടുള്ള അള്ളാഹുവിന്റെ പ്രത്യേക പെരുമാറ്റവും നാം കാണുന്നു. വളരെ പ്രതികൂല സാഹചര്യത്തിൽ പോലും അള്ളാഹു ശത്രുക്കളുടെ വായിൽ നിന്ന് ജമാഅത്തിനെ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നും നാം കാണുന്നു. अल्लाह ताला की रजा ജമാഅത്തിന്റെ വലിയൊരു വിഭാഗം തീർച്ചയായും തഖ്വയിൽ ചരിക്കുന്നവരും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരും ആണ്. हमसे എന്നിരുന്നാലും നാം പരിശ്രമിക്കേണ്ടത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബയ്യത്തിന്റെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മിൽ ഓരോരുത്തരും हमें हासिल हो തഖ്വയുടെ ആ ഉന്നത പദവി കരസ്ഥമാക്കാൻ ശ്രമിക്കണം എന്നതാണ്. और जो हज़्ब ഒരു യഥാർത്ഥ മുസ്ലിമിന് ഉണ്ടായിത്തീരേണ്ട യഥാർത്ഥ ദൈവ സാമീപ്യം
നാം കരസ്ഥമാക്കുന്നവരായി മാറണം. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് കരസ്ഥമാക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക എന്നതാണ് അത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ വിസ്മരിച്ചാൽ എനിക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും വരുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ അശ്രദ്ധ നിങ്ങൾക്ക് നഷ്ടം വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ മറക്കുന്നവർ വിശ്വാസത്തിൽ ബലഹീനരായവരാണ്. അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കില്ല. ഒരു നാൾ നാമും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകേണ്ടവരാണെന്ന കാര്യം അവർ മറന്നു കളയുന്നു. ഇത് കാരണം അവരുടെ ആത്മീയവും ധാർമ്മികവുമായ അവസ്ഥ തകരാൻ തുടങ്ങുന്നു. ദീൻ ദുന്യാവിനേക്കാളും മുന്തിക്കുന്നതിന് പകരം ദുന്യാവ് ദീനിനേക്കാളും മുന്തിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഭൗതികർ പരലോകത്ത് അള്ളാഹുവിന്റെ എന്ത് നടപടിയാണ് കാണുക എന്നത് അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. എന്നാൽ ഈ ലോകത്തും ഭൗതികതയിൽ മുഴുകിയത് കാരണം അവരുടെ മനഃശാന്തി നഷ്ടപ്പെടുന്നു. പലരെയും നാം കാണുന്നുണ്ട്, അല്പമെങ്കിലും ധനനഷ്ടം വന്നാൽ, ഭൗതികപരമായ നഷ്ടം വന്നാൽ വലിയ രോഗികളായി അവർ മാറുന്നു. അത് കാരണം അവർ ഒന്നിനും കൊള്ളരുതാത്തവരായി മാറുന്നു. അള്ളാഹു പറയുന്നു, വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദമുണ്ടാവുകയും അതോടൊപ്പം തഖ്വ കരസ്ഥമാക്കാനായി പരിശ്രമിക്കുന്നുമില്ലെങ്കിൽ, അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുന്നതിൽ ശ്രദ്ധയില്ലെങ്കിൽ, ഇത് വ്യക്തമാക്കുന്നത് അള്ളാഹുവിൽ ശരിയായ വിശ്വാസമില്ല എന്നാണ്. വിശ്വാസത്തിൽ ബലഹീനതയുണ്ടെങ്കിൽ, സംസ്കരണത്തിലേക്ക് ശ്രദ്ധയില്ലെങ്കിൽ, ലോകത്ത് അസ്വസ്ഥജനകമായ ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക. അങ്ങനെയുള്ള വ്യക്തി ഫാസിഖീങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഫാസിഖ് എന്നതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തും എന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം അതിലെ ചില കൽപ്പനകളെ അല്ലെങ്കിൽ എല്ലാ കൽപ്പനകളെയും ലംഘിക്കുക. വിശുദ്ധ ഖുർആനിൽ ഇതിന് മറ്റ് അർത്ഥങ്ങളും ലഭിക്കുന്നതാണ്. ദൈവിക അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചുകൊണ്ട് അനുസരണ വൃന്ദത്തിൽ നിന്നും പുറത്തു പോവുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അപമതിച്ചുകൊണ്ട് അനുസരണ വൃത്തത്തിൽ നിന്നും പുറത്തു കടക്കുന്നവനായി മനസ്സിലാക്കപ്പെടുന്നതാണ്. അങ്ങനെ ഫാസിക്കീങ്ങളിലും ദുർനടപ്പുകാരിലും അവർ അകപ്പെടുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ബൈഅത്ത് ചെയ്തുകൊണ്ട് നാം ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്: ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുന്നതാണ്. ഏവതവസ്ഥയാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ ഒരിക്കലും വിസ്മരിക്കുന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ പുനർജനനത്തിനുമായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കരസ്ഥമാക്കിയ അഹ്മദികൾ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം നുബുവത്തിന്റെ അനുഗ്രഹമാണ്. എന്നാൽ മുസ്ലിങ്ങൾ ഇതിനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു വിരോധാഭാസമാണ്. അള്ളാഹു ഈ അനുഗ്രഹത്തെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി എന്നത് അവൻ നമ്മോട് ചെയ്തിരിക്കുന്ന വലിയ ഒരു ഔദാര്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യത്വത്തിലും തിരുനബി മുഖേനയും ലഭിക്കുന്ന അനുഗ്രഹമാണിത്. ഈ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി നാം മാറിയിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തിൽ നിന്നും ഭാഗം കരസ്ഥമാക്കുന്നവരും അതിന് നന്ദി
പ്രകടിപ്പിക്കുന്നവരുമായി നാം മാറുന്നത് उतरने वाले हों, इसके लिए ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശങ്ങൾക്കും പ്രതീക്ഷകൾക്കും നാം വഴിപ്പെടുമ്പോഴാണ്, അതിനായി പരിശ്രമിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നാം അള്ളാഹുവിനെ മറക്കുന്നവരും खुदा ताला की नाराजगी നമ്മുടെ അശ്രദ്ധയിൽ മുഴുകി കഴിയുന്നവരുമായി തീരുന്നതാണ്. हमें हमें അതിന്റെ ഫലമായി याद रख അള്ളാഹുവിന്റെ കോപം കരസ്ഥമാക്കുന്നവരായി നാം മാറുന്നതാണ്. अपने आका व मुताबिक എപ്പോഴും मोहम्मद रसूलुल्लाह നാം ഓർക്കേണ്ടത് की गुलाम ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ईद के क़याम തന്റെ യജമാനനും अल्लाह ताला ഗുരുവുമായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ और हकीकी तकवा भी തൗഹീദിനെ സ്ഥാപിക്കാനും कायम होता है। അള്ളാഹുവിന്റെ അസ്തിത്വത്തെ खुदा ताला തെളിയിച്ചു കാണിക്കാനുമാണ് വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ उसकी रजा ഏകത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ തഖ്വ കരഗതമാകുന്നത്. होया जाए, അവന്റെ ये हो जाए പ്രീതിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. तकवा। അള്ളാഹുവിന്റെ തൗഹീദിൽ മനുഷ്യൻ ലീനമായി തീരണം. मुस्लिम अलैहिस्सलाम ഇതുണ്ടായിക്കഴിഞ്ഞാൽ फरमाते हैं യഥാർത്ഥ തഖ്വ മനുഷ്യരിൽ ഉണ്ടായിത്തീരുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, मुंह से ला इलाहा इल्लल्लाह തൗഹീദ് എന്ന് പറഞ്ഞാൽ और दिल में हजारों നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും किसी अपने काम और मकर അതോടൊപ്പം ആയിരക്കണക്കിന് ബിംബങ്ങളെ ഹൃദയത്തിൽ കുടിയിരുത്തലുമല്ല. किसी अजमत देता है या किसी മറിച്ച് ആരെങ്കിലും തന്റെ പ്രവർത്തിക്കും വഞ്ചനക്കും പദ്ധതിക്കും को वो अजमत അള്ളാഹുവിന്റെ അതേ മഹത്വം നൽകുകയാണെങ്കിൽ, അള്ളാഹുവിൽ പ്രതീക്ഷിക്കുന്നത് പോലെ नजदीक ഏതെങ്കിലും വ്യക്തിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണെങ്കിൽ, सिर्फ वही नहीं है അള്ളാഹുവിന് നൽകേണ്ട മഹത്വം തന്റെ അസ്തിത്വത്തിന് നൽകുകയാണെങ്കിൽ, बनाए जाते हैं, ഈ എല്ലാ അവസ്ഥയിലും ഈ വ്യക്തി ദൈവദൃഷ്ടിയിൽ ബിംബാരാധകനാണ്. बल्कि സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ പിച്ചള കൊണ്ടോ കല്ലുകൾ കൊണ്ടോ മാത്രം या फेल നിർമ്മിച്ചത് वो अजमत दी जाए അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതുമല്ല ബിംബങ്ങൾ. वो खुदा ताला മറിച്ച് ഓരോ വസ്തുവിനും ഓരോ വാക്കിനും പ്രവർത്തിക്കും അള്ളാഹുവിന് നൽകേണ്ട തരത്തിലുള്ള മഹത്വം നൽകുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ബിംബമാണ്. से चाहता है, പറയുന്നു, इकरार से ഓർക്കുക, बसता है। അള്ളാഹു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന യഥാർത്ഥ തൗഹീദ് हर एक ഏതൊന്നിന്റെ പ്രഖ്യാപനത്തിലൂടെ മോക്ഷം ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അത് ഇതാണ്. या चांद അള്ളാഹുവിന്റെ അസ്തിത്വത്തെ എല്ലാതരം ബിംബങ്ങളിൽ നിന്നും, മനുഷ്യനിൽ നിന്നും, സൂര്യനിൽ നിന്നും, ചന്ദ്രനിൽ നിന്നും, സ്വന്തം ആത്മാവിൽ നിന്നും, തന്റെ ഏതെങ്കിലും പദ്ധതിയോ ആശയമോ വഞ്ചനയോ ആയാലും അതിൽ നിന്നെല്ലാം അള്ളാഹു ഉന്നതനാണെന്ന് മനസ്സിലാക്കുക. അവനേക്കാളും ശക്തനായി മറ്റാരുമില്ലെന്നും മനസ്സിലാക്കുകയും ചെയ്യുക. ഇതാണ് യഥാർത്ഥ തൗഹീദ്. അവനല്ലാത്ത ഒരു അന്നദാതാവും ഇല്ലെന്ന് അംഗീകരിക്കുക. जो इंसान को ആദരവും നിന്ദ്യതയും നൽകുന്നവനും അവനല്ലാതെ മറ്റാരുമില്ല. मोअज़्ज़ज़ बना അള്ളാഹു എല്ലാവരെക്കാളും ഉന്നതനാണെന്ന് മനസ്സിലാക്കുകയും ലോകത്ത് ലഭിക്കുന്ന ആദരവും അപമാനവും എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഒരു മനുഷ്യന് ഒരാളെ ആദരിക്കാനോ നിന്ദിക്കുവാനോ സാധ്യമല്ല. ഇതാണ് തൗഹീദിന്റെ യഥാർത്ഥ അർത്ഥം. അള്ളാഹുവിനെ ही है ആദരവ് നൽകുന്നവനായും നിന്ദ്യത നൽകുന്നവനായും മനസ്സിലാക്കുക. और अगर उसके गलत काम हो तो उसको ज़लील और रुसवा भी करता है ആദരവിന് ഉടമസ്ഥനാക്കി മാറ്റുന്നതും और मददगार അവന്റെ തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ ताला के अलावा कोई मदद നിന്ദനാക്കുന്നതും അള്ളാഹു ആണെന്ന് മനസ്സിലാക്കുക. अपनी അള്ളാഹു അല്ലാതെ ഒരു സഹായിയും രക്ഷകനും ഇല്ലെന്ന് മനസ്സിലാക്കുക. अपनी इबादत അള്ളാഹു മാത്രമാണ് സഹായിക്കുന്നവൻ. രണ്ടാമത്തെ കാര്യം, തന്റെ സ്നേഹം അവന് മാത്രമാക്കി മാറ്റുക. തന്റെ ആരാധന അവന് വേണ്ടി മാത്രമാക്കി മാറ്റുക. തന്റെ വിനയം അവന് വേണ്ടി മാത്രമാക്കി മാറ്റുക. ज़ुल्म सिर्फ अल्लाह ताला के सामने ചിലർ മനുഷ്യരുടെ മുമ്പാകെ കുമ്പിടാറുണ്ട്. खास करना അത് പാടില്ല. പൂർണ്ണമായ വണക്കം അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാകേണ്ടതാണ്. തന്റെ പ്രതീക്ഷകൾ അവനിൽ മാത്രം അർപ്പിക്കുക. इन तीन किस्म के തന്റെ ഭയം कामिल नहीं അവന് മാത്രമാക്കുക. अव्वल പറയുന്നു, 3 വിധത്തിലുള്ള കാര്യങ്ങൾ ഒത്തുചേർന്നാൽ മാത്രമേ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ. ഒന്ന്, को मादूम की तरह समझना, അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുള്ള തൗഹീദ്, അതായത് അവന്റെ അസ്തിത്വം ഉള്ളതുകൊണ്ട് മറ്റെല്ലാം ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുക. എല്ലാം തന്നെ നശ്വരവും നാശമടയുന്നതാണെന്നും കരുതുക. हकीकत में कोई चीज എല്ലാം നശിക്കുന്നതാണെന്നും ഇല്ലാതാകുന്നതാണെന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. सिफात के लिहाज से
ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കണം. कि रूबी രണ്ടാമത്തെ കാര്യം की सिफात അള്ളാഹുവിന്റെ ഗുണത്തിലെ തൗഹീദ്, അതായത് ताला पालने वाला भी अल्लाह ताला റുബൂബിയത്ത്, ഉലൂഹിയത്ത് എന്നീ രണ്ട് ഗുണങ്ങളും അള്ളാഹുവിൽ മാത്രമാണുള്ളതെന്നും മറ്റൊന്നിലും ഇല്ലെന്നും അംഗീകരിക്കുക. പരിപാലകനും അള്ളാഹുവാണ്, ആരാധ്യനും അള്ളാഹു മാത്രമാണ്. ज़ाहिर फायदा देते हैं, दुनियावी फायदे लोगों से पहुंचते हैं. अल्लाह ताला ബാഹ്യമായി നമുക്ക് ഗുണവും ഉപകാരവും ചെയ്യുന്നവർ, वो परवरिश का जरिया भी बन जाते हैं. അവരെ അള്ളാഹുവിന്റെ ഒരു സഹായ ഹസ്തമായി കണക്കാക്കുക. उनके बारे में ये समझना ചിലർ ബാഹ്യമായി നമുക്ക് സഹായം നൽകുന്നു, പല രീതിയിലും അവർ സഹായിക്കുന്നു. ना कि वो खुद അവര് അള്ളാഹുവിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. फरमाया യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്. और सफा के लिहाज से ഇവയെല്ലാം അള്ളാഹു ഒരു മാർഗമാക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ യഥാർത്ഥ ഉടമസ്ഥൻ ഇവരല്ല, അള്ളാഹുവാണ്. ഇവർ മാധ്യമങ്ങളാണ്. മൂന്നാമത്തെ കാര്യം സ്നേഹം, സത്യസന്ധത, अपनी मोहब्बत ഹൃദയശുദ്ധി എന്നിവ മുഖേനയുള്ള തൗഹീദാണ്. तौहीद यानी मोहब्बत वगैरह शियार സ്നേഹത്തിലും ആരാധനയിലും അള്ളാഹുവിനോടൊപ്പം तौहीद और मोहब्बत है इसमें. ये മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. दूसरे को खुदा ताला का शरीक नाम गर्दान തൗഹീദില് और इसमें खोए जाना മുഹബ്ബത്ത്, यही नहीं कि खुदा, ആരാധനയുടെ എല്ലാ बल्कि इसमें खोए जाना, इसमें डूब തേട്ടവും खुदा ताला की जात. എല്ലാം അള്ളാഹുവിൽ മാത്രം അർപ്പിക്കുക. बस ये बातें हैं, अगर എന്നിട്ട് അവരിൽ ലയിച്ചു ചേരുക. तो वो खुदा ताला को याद रखने का വെറും ആരാധന മാത്രമല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ തന്നെ ലീനമാക്കുക. ഒരു വിശ്വാസിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവൻ അള്ളാഹുവിന്റെ കടമകൾ നിറവേറ്റുന്നവനായി മാറുക. कमाल तकवा का यही है. തക്വയിൽ ചലിക്കുന്നവനാണെന്ന് അവനെക്കുറിച്ച് പറയപ്പെടുകയുള്ളൂ. തക്വയുടെ അനിത്യത്തെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, इस कमाल को हासिल कर ले തക്വയുടെ ഔന്നിത്യം എന്നത് മനുഷ്യന്റെ അസ്തിത്വം തന്നെ ഇല്ലാതായി തീരുക എന്നതാണ്. യഥാർത്ഥത്തിൽ ഇതാണ് തൗഹീദ്. മനുഷ്യൻ ഈ ഔന്നിത്യം കരസ്ഥമാക്കിയാൽ തന്റെ അസ്തിത്വം ഇല്ലാതാക്കി അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തന്നെ ലീനമാക്കുകയാണെങ്കിൽ അത് തന്നെയാണ് തഖ്വയുടെ ഔന്നിത്യം. ഇത് തന്നെയാണ് തൗഹീദും. ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കുമ്പോൾ യഥാർത്ഥ തൗഹീദ് കരസ്ഥമാക്കുന്നവനായി അവൻ മാറുന്നതാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ മറ്റെല്ലാത്തിനേക്കാളും മുൻഗണന നൽകുക എന്നതാണ് തഖ്വ. ഇതാണ് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറയുന്നത്. ഈ സ്ഥാനം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് യാത്രക്ക് പുറപ്പെടുകയാണ്. അള്ളാഹു യാത്ര എല്ലാ തരത്തിലും അനുഗ്രഹീതപൂർണ്ണമാക്കാനായി ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. मैं सफ़र पे भी जा रहा हूँ, दुआ करें अल्लाह ताला इसको हर लिहाज से बरकत फरमाए. इबाद अल्लाह रहमकुमुल्लाह इन्न अल्लाह यामुरु बिल अदलि वल इहसान व इताइ ज़िल क़ुर्बा व यन्हा अनिल फ़हशाइ वल मुनकरि वल बग़य यइज़ुकुम लअल्लकुम तज़क्करून. उज़्कुरुल्लाह यज़्कुरुकुम वद्ऊहु यस्तजिब लकुम व लज़िक्रुल्लाहि अकबर.